ഇസ്രായേലിന്റെ ചാത്തനറിൽ വലയുകയാണ് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ. യൂറോപ്പ് മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളും ഉണ്ട്. അത് ആർക്കൊക്കെ ഇട്ടാണ് പണി വന്നിരിക്കുന്നത്? ഒന്ന് സ്പെയിനിന്, അയർലൻഡിന്, ഇതിനു മുമ്പ് സൗത്ത് ആഫ്രിക്കയ്ക്ക്. ഇങ്ങനെ മൊത്തത്തിൽ എങ്ങനെ ഇവർ ഈ കുഴിത്തുരുമ്പ് പരിപാടിയാണ് കാണിക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞില്ല, നമ്മളെ കുഴിത്തുരുമ്പ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ശരിക്കും പറഞ്ഞില്ല ആത്മരക്ഷയ്ക്കാണ് ഇവർ ചെയ്യുന്നതാണെന്ന് തന്നെ പറയുന്നത്. നമുക്കറിയാം ഇസ്രായേലിൻ്റെ ചെറിയ രാജ്യമാണ്, അതിനധികം പ്രായമുള്ള രാജ്യമൊന്നുമല്ല. പക്ഷേ ഈ 4 വഴിക്കൊന്നും ആൾ വളർന്നിട്ട് അവർ ആക്രമിക്കുന്നതാണ് പരിപാടി. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രതിരോധിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. അങ്ങനെയാണ് അവർ ഈ മൊസാദ് എന്ന് പറയുന്ന അവരുടെ രഹസ്യാന്വേഷണ സംഘടന, ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന. പണ്ട് ഹിറ്റ്ലറിന്റെ ഗെസ്റ്റപ്പോ രഹസ്യ പോലീസ് അത് അതിനോട് ഏതാണ്ട് സാമ്യം തോന്നുന്ന വിധം ഉള്ള സംഭവമാണ്. ഇവര് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. ഈ പിന്നെ ഇസ്രായേൽ ഈ മൊസാദ് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അവരുടെ രീതിയാണ്. നമ്മളൊക്കെ പറഞ്ഞിരുന്നത് CIA ആണ് ഏറ്റവും വലിയ സംഘടന. ഒന്നുമല്ല, CIA ഒന്നുമല്ല, മൊസാദിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഇവരിത് എങ്ങനെ നീക്കുന്നു എന്നുള്ള ഒരെത്തും പിടിയില്ല. കൃത്യമായിട്ട് അവരവരെ ടാർഗറ്റ് ഇടുന്നു, അത് അവർ പൂർത്തിയാക്കുന്നു. അതാണ്. അപ്പൊ ഈ മൊസാദിന്റെ ചാരന്മാരായിരുന്നു ഈ ഇറാനിലുള്ള പ്രസിഡന്റ് വരെ, പ്രസിഡന്റ് നജാദ് വരെ അവർ ചാരനായിരുന്നു. അയാളെ പിടിച്ച് ഇപ്പൊ വീട്ടിൽ മറ്റേ ഹൗസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഇവർക്കെതിരെ നിരവധി നീക്കങ്ങൾ പല ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഇവർ ഗാസയെ ബന്ധപ്പെട്ട ഇവർ വംശഹത്യ നടത്തിയെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസുണ്ട്. അതിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ആകാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അമേരിക്കയോ ഇസ്രായേലൊന്നും അംഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഓരോന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്, അമേരിക്കയിൽ വരികയാണെങ്കിൽ ഞാൻ പിടിച്ചകത്തിടുമെന്ന് അവിടുത്തെ ന്യൂയോർക്ക് മേയർ മംദാനി പറഞ്ഞത്. പിന്നെ അന്വേഷണം പുള്ളി കാര്യം മനസ്സിലായി, പുള്ളിക്ക് ഇത് അധികാരമൊന്നുമില്ല, പിടിച്ചകത്തിടാൻ പറ്റില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചവരാണ്. അതുപോലെ മറ്റു പല വിഷയങ്ങളിൽ ഫലസ്തീൻ വിഷയത്തിലൊക്കെ തന്നെ ഫലസ്തീൻ അനുകൂലികളെന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും പണികൊടുക്കാൻ നോക്കുന്നത് ഇസ്രായേലിനെയാണ്. പക്ഷേ ആലോചിച്ചോളൂ, ഒരു ചെറിയ രാജ്യം ഒറ്റയ്ക്ക് പിടിച്ചെന്ന് ഇവരിതെങ്ങനെയാണ് ഡീൽ ചെയ്യാൻ ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാവർക്കും പണി കൊടുത്തോണ്ടിരിക്കുകയാണെന്നുള്ളത്. അതായത് അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഗുണം അവരുടെ ബ്രെയിൻ ഗംഭീരമാണ്. എന്ന് പറഞ്ഞാൽ ആധുനിക സാങ്കേതിക വിദ്യ ആദ്യം വികസിപ്പിച്ചെടുക്കുന്നത് എപ്പോഴും ഇവർ തന്നെയാണ്. അങ്ങനെയാണല്ലോ അവർ മറ്റേ വോക്കി ടോക്കി വരെ സ്ഫോടനം നടത്തി, സ്ഫോടനം, മറ്റേ പേജർ സ്ഫോടനം ഒക്കെ നടത്തിയത്. അപ്പോൾ ഇവരെ ടൈമിങ് കറക്റ്റാണെന്ന് എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട്. കൃത്യമായിരിക്കും, കൃത്യ ടൈമിംഗ് ആയിരിക്കും. ആ നേരത്ത് ഇപ്പം പിന്നെ ഹമാസിൻ്റെ നേതാവായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അവർ തട്ടിക്കളഞ്ഞ ഇറാൻ്റെ അവരുടെ മിലിറ്ററിയുടെ 3 ലെയർ സംവിധാനമുള്ള ഗസ്റ്റ് ഹൗസ് താമസിക്കുമ്പോഴാണ്. അതാണ് അതിന് അവർ നേരത്തെ ഹോംവർക്ക് ചെയ്താണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം അവസാനം എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് ഇവരെ ഈ ഫലസ്തീൻ വിഷയത്തിൽ ഇവർക്കെതിരെ തിരിഞ്ഞ കൂട്ടത്തിൽ അയർലൻഡിനാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് പണി കിട്ടിയിരിക്കുന്നത്. അതായത് അവരുടെ പ്രധാനമന്ത്രിയുടെ വിമാനം അയർലൻഡിന് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ, അയർലൻഡ് നിരന്തരമായി ഇസ്രായേലിനെതിരെ ഈ പല പ്രസ്ഥാനങ്ങളിൽ നിന്ന് വാദിക്കുന്നവരാണ്. അവരിടയ്ക്ക് ഇസ്രായേൽ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ തീരുമാനം. ഇസ്രായേൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ നിർമ്മിച്ച സ്പെയർ പാർട്സ് ഉള്ള സാധനങ്ങൾ ഒരു കൊളാബറേഷൻ ഉള്ള സാധനം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചവർ ഒരു വലിയ വിമാനം വാങ്ങിച്ചു. അവിടുത്തെ ഒരു 500 കോടി രൂപയൊക്കെ മുടക്കി അവിടുത്തെ പ്രധാനമന്ത്രി ഫ്രാൻസ്. പക്ഷേ ഫ്രാൻസ് ഇസ്രായേൽ കൊളാബറേഷനിലുള്ള വിമാനമാണ്. പക്ഷേ ഇവർ കണ്ടീഷൻ വെച്ചിരുന്നതുകൊണ്ട് അവരെന്റെ പ്രധാനപ്പെട്ട ഒരു സാധനം വെച്ചിട്ടില്ലായിരുന്നു. ഫാൽക്കണൈ എന്ന് പറയുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട പിന്നെ അതിന്റെ ഏറ്റവും വലിയ കോമ്പണന്റ് എന്ന് പറയുന്നത് ഫാൽക്കണയാണ്. പക്ഷെ അത് ഓപ്ഷനല്ല, നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാം. പക്ഷേ അയർലൻഡിനെ പോലൊരു രാജ്യത്ത് ഈ ഫാൽക്കണൈ എന്ന് പറയുന്നത് ഭയങ്കര സംവിധാനമാണ്. കാരണം ഈ പൈലറ്റിന് കനത്ത മൂടൽമഞ്ഞാണെങ്കിലും മഴ കൊടുങ്കാറ്റാണെങ്കിലും ഈ സംഭവം കൊണ്ട് കൃത്യമായിട്ട് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും. അത്തരം സെൻസറുകളും അതിന്റെ സജ്ജീകരണങ്ങളുള്ള സാങ്കേതിക വിദ്യയാണ് ഈ ഫാൽക്കണൈ എന്ന് പറയുന്നത്. ഈ ഫാൽക്കണൈ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട് പ്ലെയിൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് പൈലറ്റുമാരിപ്പം ചീത്ത വിളിക്കുകയാണ് പ്രധാനമന്ത്രിയെ. കാരണം അവരല്ലേ പറത്തുന്നത്. അപ്പോൾ സപ്പോസ് അയർലൻഡിലേക്ക് വരുന്ന വിമാനം വേറെ വല്ലത്തേക്ക് തിരിച്ചുവിടേണ്ടി വരും അവസാനം, ഇവിടെ വല്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. കാരണം അവിടെ നമുക്കറിയാമല്ലോ ഭയങ്കര കടുത്ത തണുപ്പൊക്കെയുള്ള സ്ഥലമാണ്. ഈ കടുത്ത മൂടൽ മഞ്ഞും ഇതിൻ്റെ പുകയും ഇതുപോലെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും, പൈലറ്റ് വിടും. മാത്രമല്ല രസകരമായ കാര്യം, ഇവർ 3 ഹെലികോപ്റ്റർ ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ ഇസ്രായേൽ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ആർമിയുടേതാണ്. അപ്പം അതുകൊണ്ട് അതിനൊന്നും മിണ്ടുന്നത് ഇതിനാണ് പേടിയല്ല, അവർക്ക് ഇസ്രായേലിനെ അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ ബഹിഷ്കരിക്കും. എന്താ പറയുക, ഇഷ്ടക്കാരന് ഉപരി അവർക്കൊരു ഭയമുള്ളത് ഇസ്രായേലിൻ്റെ മൊസാദിനെ തന്നെയാണ്. ഈ തന്നേക്കുന്ന സാധനത്തിൽ വല്ലതും ചാര സാധനം പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഭയം അവർക്കാണ്. അങ്ങനെ ഒരു കാരണം ഇസ്രായേലിന് ഇവർക്കെല്ലാം ഭയമാണ്. അതാണ് ഈ വിരോധത്തിനേക്കാൾ ഇവിടെ പേടിയാണ്. പണി കെട്ടണം എവിടെ നിന്നാണെന്നുള്ള അറിയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് മൊത്തം ഈ ഫ്ലൈറ്റ് കംപ്ലീറ്റ് അവർക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള പേടി ഇവിടെ കാണും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ പ്രധാനമന്ത്രിയും പെട്ടിരിക്കുകയാണ്.
ഇയാളെയും കൊണ്ട് ഇത്രയും 500 കോടിയോളം രൂപ 460 കോടിയാണ് 50 കോടി രൂപ മുടക്കി വാങ്ങിച്ച ഈ വിമാനത്തിൽ ഈ ഒരു സംവിധാനം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡന്റൊക്കെ യാത്ര ചെയ്യാനുള്ള എയർ ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ ഗവൺമെൻറ് വിമാനം ഉണ്ടല്ലോ അത് എല്ലാ സംവിധാനം ഉള്ളതാണ്. അതിനൊന്നും ഒരു കുഴപ്പം ഒരിക്കലും സംഭവിക്കില്ല. അതുപോലത്തെ ഒരു വിമാനമാണ് ഇത് വാങ്ങിച്ചത്. രണ്ടാമത് പണി കിട്ടിയിരിക്കുന്നത് സ്പെയിനാണ്. സ്പെയിനിന് കഴിഞ്ഞ ദിവസമാണ് പണി കിട്ടിയത്. മൊറോക്കോയുടെ തീരത്തു നിന്ന് സബൂട്ട, സ്പെയിനിൻ്റെ പ്രവിശ്യയാണ്. സ്പെയിൻ അതായത് ആഫ്രിക്കൻ രാജ്യമാണെങ്കിലും സ്പെയിനിൻ്റെ പ്രവിശ്യയാണ്. അവിടേക്ക് ഒരു 60,000 മൊറോക്കൻ മുസ്ലിംസിനെ കടത്തി വിട്ടു ഒരു ദിവസം കൊണ്ട്. ഒറ്റ ദിവസം 60,000 പേരെ. ഈ പ്രദേശത്ത് ഈ മേഖലയിൽ താമസിക്കുന്ന ജനസംഖ്യ 80,000 ആണ്. അതെ, അവിടത്തേക്ക് 60,000 പേര് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇവർ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് കുറെ പേര് നീന്തി വന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഇത്രയും പേര് നീന്തി വരാൻ പറ്റില്ല കടലിൽ കൂടെ. ഇവരെങ്ങനെ ഇവിടെ എത്തിച്ചു, ഇതെങ്ങനെ ഇവരെ എത്തിച്ചാരെന്ന് വെച്ചപ്പോൾ അതിന് ഉത്തരം ഇസ്രായേൽ കൊടുത്ത പണി. അവിടെ ഏതാണ്ട് 80,000 തദ്ദേശീയ ജനസംഖ്യ ഉള്ള സ്ഥലമാണ് ഈ സബൂട്ട എന്ന് പറയുന്നത്. അവിടേക്കാണ് ഈ 60,000 പേരെ ഒറ്റ അടിക്ക് കയറ്റി വിട്ടത്. കുറച്ച് പേര് മരിച്ചെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുപേര് മരിച്ചുപോയി. എന്നാലും അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സ്പെയിനിന്റെ സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട്. അതിഥികളായിട്ട് വരുന്നവരെ ഒരു കാരണവശാലും മടക്കി അയക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല. അവരെ നമ്മൾ സ്വീകരിച്ച് ആനയിക്കണമെന്നാണ്. നമ്മുടെ എന്താണ് അതിഥി തൊഴിലാളി എന്ന് പറയുമ്പോൾ അവർ നമ്മൾ അതിഥികളാണ്. UK കിട്ടിയ പണിയാണ് ഇത് ആദ്യം. UK പണ്ടുണ്ടായിരുന്ന നിയമമാണ് അവർക്ക് പണിയായത്. 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കണം, ഓരോ ദിവസം തൊഴിലില്ലായ്മ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. എന്തായാലും ഇത് വലിയ അടിയായി പോയി സ്പെയിനിന്. മാത്രമല്ല കഴിഞ്ഞ നവംബറിൽ വേറെ സംഭവമുണ്ട്. അതിലിപ്പോഴും അവർ തലവരാൻ പറ്റിയിട്ടില്ല. ഒരു വിമാനം വരെയാണ് നേരെ സൗത്ത് ആഫ്രിക്ക ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഈ ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായി അവർക്കെതിരെ നിന്ന ആളാണ്. ഒരു വിമാനം വന്നിറങ്ങുന്നു, യാത്രക്കാർക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നപ്പോൾ അറിയണേ വിമാനക്കാർക്ക് ഒരു രേഖയില്ല, ഒന്നുമില്ല. എല്ലാം ഗാസയിൽ പാലസ്തീൻ അഭയാർത്ഥികൾ. ഇത് എങ്ങനെ വന്നു, എതിലെ വന്നു? 9 മാസം ഗർഭമുള്ള ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഇവർക്ക് ആരും തിരിച്ചുവിടാൻ പറ്റാതെ ഇങ്ങനെ വന്നു എന്നുള്ള ഇവർക്ക് ആരോ ഏജന്റന്മാർ വണ്ടി കയറ്റി വിട്ടു എന്നാണ് പറഞ്ഞത്. ഇതേ പക്ഷേ ഇത് പിന്നീട് അന്വേഷിച്ച് അറിയാൻ കഴിഞ്ഞത് അടുത്ത പണി ഇത് ഇസ്രായേൽ മൊസാദിനെ കൊടുത്തു എന്നാണ്. അവര് തന്നെ കയറ്റി വിട്ടത്. അവരവിടുന്ന് ഫ്ലൈറ്റ് വരുന്നു, ലാൻഡ് ചെയ്യുന്നു, ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ 150 എണ്ണത്തിന് ഈ മാത്രമല്ല ഇവരെ പശ്ചാത്തലം എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ഇവന്മാരുടെ ക്രിമിനലുകളാണോ കുഴപ്പക്കാരാണോ വല്ല ജയിലിൽ പിടിച്ചിട്ടിരുന്നാലും ഇങ്ങോട്ട് വിട്ടാണെന്നൊന്നും ആർക്കും അറിയില്ല. ഈ യാത്രക്കാർക്കും അറിയില്ല എങ്ങോട്ടാണ് പോണത്, ഞങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘം വലിയ ധാരണയൊന്നുമില്ലാത്ത ആളെ അങ്ങോട്ട് കൊണ്ട് വിട്ടുകൊടുത്തു. ഇരട്ടി പണിയായി. എന്തായാലും ഈ ഒരു രാഷ്ട്രത്തെ നമ്മൾ ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി വരുന്നത് വരെ നമുക്ക് ഇസ്രായേൽ ഒരു യാതൊരു സഹകരണവും ഇല്ലായിരുന്നു. അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പേടിച്ചിട്ടാണ്. മുസ്ലിം പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ യഹൂദന്മാരെന്നുള്ള രീതിയിൽ ഇവരെ ഒരിക്കലും അവർ അംഗീകരിച്ചിരുന്നില്ല ഇസ്രായേൽ. പക്ഷേ ഇസ്രായേലുമായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നമ്മളൊരു സഹകരണം ഉണ്ടാകുന്നത്. നരേന്ദ്രമോദി ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം അവർ കൊടുത്തു. അതന്നെ ഒക്കെ നേരിട്ട് വന്നു എയർപോർട്ടിൽ. അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിരിക്കുകയാണല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഡിഫൻസ് മേഖലയിൽ നമുക്ക് വലിയ തോതിലുള്ള സഹായം അവർ സാങ്കേതിക വിദ്യയാണ് ഭയങ്കര. അതായത് ഈ അവരുടെ ഈ അയൺ ഡോം പോലെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ കൊളാബറേഷൻ ഇന്ത്യയായിട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഒരു വലിയ. മാത്രമല്ല നമ്മൾ ഈ ബാലാക്കോട്ട് എന്ന പാകിസ്ഥാനിലെ തീവ്രവാദ താവളങ്ങൾ നമ്മൾ ആക്രമിച്ചപ്പോഴൊക്കെ അവർ സഹായം ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. അവർക്കൊരു സംവിധാനമുണ്ട്, അവർക്ക് കൃത്യമായി സ്പോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം. അവരെ ചാര ഉപഗ്രഹമുണ്ട്. അത് ഉപയോഗിച്ച് ലോകത്ത് എവിടെ എന്താണെന്ന് ആ ഉപഗ്രഹ സഹായത്തോടു കൂടിയാണ് നമ്മളവിടെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. അതാണ് അതിന് സാധ്യതയുണ്ട്. കാരണം അവർക്ക് കൃത്യമായി സ്പോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല എല്ലാ സ്ഥലത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുകളിൽ വരെ ഡ്രോൺ പോയിട്ട് വരെ ശത്രുക്കളൊക്കെ മുകളിൽ തലയ്ക്ക് മുകളിൽ. അതിൽ ഹിസ്ബുള്ള നേതാക്കളൊക്കെ ഒന്നത് തന്നെ കണ്ടില്ലേ. അവർ കൃത്യമായി ഈ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് നടത്തുന്ന ആ ഭൂഗർഭ അറയിലാണ് ഇരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ 30 ബങ്കർ ബസ്റ്റർ ബോംബാണ് ഇട്ടത്. ഒരു ബോംബിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 ടണ്ണാണ്. 30 ബോംബ് ഇവൻ തുളച്ച് താഴെ ബങ്കർ താഴെ പോയിട്ട് ഒരൊറ്റ വരവാണ് തിരിച്ചു പൊട്ടിത്തെറിയും. അങ്ങനെ അവരെ ഏർപ്പാട് തീർത്തു. അതുപോലെ പേജർ പൊട്ടിച്ചു. ഈ മറ്റേ പേജറും പേജർ പൊട്ടിച്ചപ്പോൾ സംഭവിച്ചൊരു ദുരന്തം എന്താണെന്ന് അറിയാമോ? ഇത് സ്ഫോട വസ്തുക്കൾ നിറച്ച പേജറാണല്ലോ. അത് ഇങ്ങനെ തൊടുന്നതും നേരെ അടിക്കുകയാണ്. കണ്ണുപോയി, കാഴ്ച പോയി ഒരുപാട് പേർക്ക്. കൊല്ലപ്പെട്ടത് മാത്രമല്ല ഈ ഹിസ്ബുള്ളയുടെ വലിയൊരു നേതാക്കളുടെ കാഴ്ച പോയി, കണ്ണുണ്ടായി, കണ്ണു അടിച്ചു പോയി. ഇത് നേരെ അടിക്കുകയല്ലേ. രസകരമായ കാര്യം, അതിൽ നമുക്കൊരു കേരള ബന്ധം ഉണ്ടായിരുന്നു. ഈ പേജറിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടൊരു മലയാളി ഉണ്ടായിരുന്നു. പിന്നെ അയാളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല. അയാളെ വീട്, അയാളെ നാട് ഇവിടെ കേരളത്തിലാണ്. അയാളെ ഒരു അമ്മാവൻ്റെ ആരുടെ ബൈറ്റൊക്കെ ചില ചാനലൊക്കെ പോയി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കും അറിയില്ല ഇയാൾക്ക് എന്താണ് പരിപാടി, ഇതിലത്തെ ബിസിനസ്സുകാരനാണെന്ന് മാത്രം അറിയാം. പിന്നെ നമ്മൾ ആരും ഈ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടില്ല. അമ്മാര് പൊക്കി കാണും.
അല്ല ഒരാൾ തന്നെ ആയിരുന്നിരിക്കുക അയാൾ സുരക്ഷയായിട്ട് അതൊരു സ്ഥലത്ത് സുമാര് താമസിക്കുകയായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാലേ മൊസാദ് നേരത്തെ പറഞ്ഞ പോലെ ചാത്തനാറാണ് പരിപാടി. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഇത്രയും വലിയ ഘടാഘടിയൻ രാജ്യങ്ങളെല്ലാം പേടിക്കുന്ന അവരെ മുന്നിലാണ്. ഇവർ എവിടെ കൂടെ വരുന്നു, ആരെയൊക്കെ പിടിച്ചവരെ ചാരന്മാരാക്കിയിട്ടുണ്ടെന്നുള്ളത് ആർക്കും ഒരു ധാരണയില്ല. അമേരിക്കയ്ക്ക് പോലും ഭയമാണ്. അമേരിക്ക പോലും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് ഈ ഒരു ഭയം ഉള്ളതുകൊണ്ടാണ്. അമേരിക്ക തകർക്കണമെങ്കിൽ അവന്മാർക്ക് പറ്റും ഈസിയായിട്ട്. അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഭയമുള്ളത്. ഇപ്പൊ തന്നെ അമേരിക്ക കിടന്ന് കുടിക്കുന്ന വെള്ളം കണ്ടോ, അത് പതുക്കെ ഇസ്രായേൽ അതിനകത്തൊന്നും അങ്ങ് വലിഞ്ഞല്ലോ. മാത്രമല്ല ഈ 77 ജനതാ പാർട്ടി മൊറാർ ദേശായി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അന്ന് ഇസ്രായേലിലെ വിദേശകാര്യമന്ത്രി ആയിരുന്ന മോഷെ ദയാൻ അയാൾ ഇന്ത്യയിൽ വന്നിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികം അറിയിച്ചിട്ടില്ല, നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഇയാൾ എന്തിനാണ് ഇന്ത്യ എന്നുള്ള ആർക്കും അറിയില്ല. അന്ന് വലിയ ദുരൂഹത ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നത്. ഇയാൾ ഇന്ത്യയിൽ തിരിച്ചു പോവുകയും ചെയ്തു. സാധാരണ ഒരു മന്ത്രി മറ്റു രാജ്യത്തിലും എന്തെല്ലാം പ്രോട്ടോകോൾ സമ്മാനങ്ങൾ ഇതൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇയാൾ വല്ല കള്ളപ്പേരിലാണ് ഇവിടെ വന്നതെന്നുള്ള അറിഞ്ഞുകൂടാ. മോഷെ ദയാൻ വന്ന് വലിയ വിവാദം വരുത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു. എന്തായാലും ഇസ്രായേലിന്റെ കോപത്തിൽ വലയുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ ആയിട്ട് ഇസ്രായേലിനെ പണിയാൻ നിൽക്കുന്ന ആൾക്കാരെ ഇസ്രായേൽ തിരിച്ച് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ചാത്തനേർ എന്ന് പറയുന്നത്. കാരണം ഇതിനൊന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇവിടെ സ്ഫോടനം ഉണ്ടാക്കിയവരെല്ലാം പിന്നീട് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അതിന്റെ സഹായവും ഇവർ തന്നെയാണ് കൊടുക്കുന്നത്. മൊസാദ് തന്നെയാണ് അതിനുള്ള സഹായം. നമ്മളെ കൂടെ ഉണ്ട്, ഇസ്രായേൽ നമ്മളെ കൂടെ തന്നെയുണ്ട്. അതാണ് ഇസ്രായേലിനെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു രാജ്യം.